ഹൗസ് ഓഫ് ചെല്ലാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണമാലിയിലുള്ള മെബീഷിൻ്റെ വീട്ടിലാണ്. മെബീഷിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. കലാകാരനാണ്, ശില്പിയാണ്, മിനിയേച്ചർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ലളിതകലാ അക്കാദമിയുടെ ഹാളിൽ അദ്ദേഹത്തിൻ്റെ സോളോ പെയിൻറ്റിംഗ് എക്സിബിഷൻ വളരെയധികം ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. അപ്പോൾ നമുക്ക് മെബീഷിനെ പരിചയപ്പെടാം. ചെല്ലാനം വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ മിനിയേച്ചർ വർക്കാണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും ഈ മേഖലകളിലെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മെബീഷ്. അപ്പോൾ മെബീഷിന് അത് എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയാമോ? അത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കുറച്ച് നാൾ പിന്നെ അങ്ങനെ നിർത്തി വെച്ച്. പിന്നെ കൂടുതലും ഇപ്പോൾ വിവാഹശേഷമാണ്. ഇപ്പോൾ കൂടുതലും ഭാര്യയുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മൂത്ത മകൻ ഇപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ മൂത്ത മകൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ ഇപ്പോൾ അവൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റണില്ല. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്തു തന്നത്. അത് തന്നെ ഫാമിലിയിൽ നിന്ന് ഒത്തിരി സപ്പോർട്ട് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഭാര്യ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും പുള്ളിക്കാരത്തിക്കും ഈ കലാപരമായിട്ടുള്ള ഒരു ഇതില്ലെങ്കിലും പുള്ളിക്കാരത്തി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരുണ്ടെങ്കിലും ലളിതകലാ അക്കാദമിയുടെ ഹാളിൽ സോളോ എക്സിബിഷൻ നടത്തിയ ഒരു കലാകാരനാണ് മെബീഷ്. അപ്പോൾ അതിനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് പറയാമോ? അത് കൂടുതലായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വര കൂടുതലായിട്ട് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ പറ്റിയൊരു ജോസഫ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് അവസാനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ പോയി കാണുന്നത്. കുറേ കാര്യങ്ങൾ ജോസഫ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറഞ്ഞു തന്ന ഇത് വെച്ചാണ് ഞാൻ കൂടുതലായിട്ട് വരയിലായിട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി വരയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഷിബു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വെച്ചിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇന്നവരെ ലളിതകലാ അക്കാദമിയിൽ ഇങ്ങനെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണെങ്കിൽ അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യണമെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഹെഡ് ഓഫീസിലായിട്ട് നമ്മുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം അടച്ചു കൊടുത്ത് അതിനുശേഷം അവർ സെലക്റ്റീവ് ആവുമെങ്കിൽ നമുക്കവിടെ എക്സിബിഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതുവഴി, അതായത് ഇത് വൈഫാണ് അതിനൊക്കെ എല്ലാം കൂടുതലായിട്ട് ഇത് മുന്നിട്ട് നിന്നത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാം വൈഫാണ് ചെയ്തത്. ഈ കാര്യങ്ങൾ അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലളിതകലാ അക്കാദമിയിൽ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇത് സാഹചര്യം നമുക്ക് ലഭിച്ചത്. നമ്മുടെ ചെല്ലാനം പഞ്ചായത്താണ്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തുകളിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷെ അവരെയൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഇതാണ്. അതിപ്പോൾ അതിനെക്കുറിച്ച് മെബീഷിൻ്റെ അഭിപ്രായം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ആലോചിച്ച് പറയേണ്ട ഒരു ഉത്തരം തന്നെയാണ് ഇത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹനം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹനം ഉണ്ട്. എന്നാൽ പ്രോത്സാഹനം ഇല്ലാത്ത രീതിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹനം കുറവാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പ്രോത്സാഹനം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിക്ക് മുമ്പുണ്ടായ ഒത്തിരി കലാകാരന്മാരുണ്ട്. ആൾക്കാരൊക്കെ ഒന്നും അറിയപ്പെടാണ്ട് പോയ ഒരു കാര്യം മെയിനാണ്. ഇതുകൊണ്ട് തന്നെയായിരിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഗാലറി പോലെ സെറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ അതുകൊണ്ട് വേറൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഒരു നാട്ടിൽ ഒരു ഗാലറി വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്തത്. പിന്നെ കൂടുതൽ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലൊരു ഗാലറി വരണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ നേരത്തത് മറ്റുള്ളവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലിപ്പോൾ ഒരു മടുത്തൊരു രീതിയിൽ തന്നെയാണ് സത്യത്തിൽ. നിങ്ങളിപ്പോൾ വരുമ്പോൾ തന്നെ ആണെങ്കിലും ഞാൻ ഒരു മടുത്തൊരു രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലും വർക്കുകളും കാര്യങ്ങളും ഇപ്പോൾ മകനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിള്ളേരെ വളർത്തിയെടുക്കണമല്ല. അപ്പോൾ അവരെ പോലുള്ള ആൾക്കാരൊക്കെ വളർത്തില്ലെന്ന് വെച്ച് ഞാൻ ഇപ്പോൾ അവനെ കൊണ്ടാണ് ഓരോ വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. സത്യത്തിൽ ഈ പഠിത്തത്തെക്കാളും കൂടുതൽ ഞാൻ അവന് കലയിൽ ഞാൻ നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണമെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒന്നും പറയില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ കലയിൽ ഞാൻ അവന് എന്തുമാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം സപ്പോർട്ട് ചെയ്യും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലേനെ ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ട്. കൂടുതൽ അക്കലിംഗ് ഓയിൽ വാട്ടർ കളർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ക്യാൻവാസിൽ വരക്കുന്നതായാലും കൂടുതലായിട്ട് കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ
മിനിയേച്ചർ ആർട്ടിൽ കൂടുതലും തന്നെ പിന്നെ സാധനമില്ല, എന്ത് സാധനം ഉപയോഗിച്ചാണ് കൂടുതലും ചെയ്യാറുള്ളത്. അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലാക്കാൻ, മാക്സിമം നല്ല രീതിയിലാക്കാൻ വേണ്ടി നോക്കാനായിട്ട് അതിനനുസരിച്ചുള്ള ഒരു പൈസയൊക്കെ മാറും. അത് നമ്മൾ കൂടുതൽ നമ്മുടെ വർക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലും ഇത് എന്ത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലോട്ടിങ്ങാട്ട് എന്ത് സംഭവം മിനിയേച്ചർ ആർട്ടിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. എൻ്റെ ആദ്യത്തെ വർക്ക് കഴിഞ്ഞാൽ ഒരു 14 വർഷത്തിന് മുപ്പാട് ചെയ്തൊരു വർക്കാണ്. ഇത് ഇല്ല ഈർക്കിലേക്ക് പട്ടിക്കൊള്ളി ചെയ്തൊരു വർക്കാണ് ആദ്യത്തെ വർക്ക്. പിന്നെ രണ്ടാമത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സാധനവും, അതായത് ഈർക്കിലി പട്ടിക്കൊള്ളി ചിരട്ട എല്ലാ സാധനവും അങ്ങനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് താജ്മഹലിലൊക്കെ ഒരു സംഭവമാണ്. മെബീഷ ഇപ്പം മോനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് വിളിക്കോ? പേരെന്താണ്? പേര് സാവ്യ എന്നാണ്. സാവ്യന എത്രയിൽ പഠിക്കണം? 7ൽ പഠിക്കുന്നു. സാവ്യന ഇതിലേക്ക് എങ്ങനെയാണ് താല്പര്യം? പപ്പയാണോ കൂടുതൽ ഇൻട്രസ്റ്റ്? പപ്പ സപ്പോർട്ട് ചെയ്ത കാരണമാണ് ഇതിലേക്ക് വരാൻ താല്പര്യപ്പെട്ടത്. എന്തൊക്കെയാണ് സാവ്യന ഉണ്ടാക്കിക്കണത്? ഞാൻ ഉണ്ടാക്കിയത് ഒരു ഗിറ്റാർ, പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ്സില ഗാർഡനിങ്, പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വരയ്ക്കൊക്കെ ചെയ്യും. ഇപ്പൊ പഠിക്കാനാണോ കൂടുതൽ ഇൻട്രസ്റ്റ്? ഇതിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ്? ഇപ്പൊ പറ, പഠിക്കാനാണോ കൂടുതൽ ഇൻട്രസ്റ്റ്? ഇതിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ്? രണ്ടിലും ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചിന്. പക്ഷെ കൂടുതൽ പപ്പ ഇതിലാണ് സപ്പോർട്ട് ചെയ്യണത് അല്ലേ? ചെല്ലാനം പോലുള്ള നമ്മുടെ ഇതുപോലുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾ, മിനിയേച്ചർ വർക്കുകളൊക്കെ നടത്തുന്ന ആർട്ടിസ്റ്റുകൾ വളരെ അപൂർവമായ ഒരാളാണ് നമ്മുടെ മെബീഷ്, പിന്നെ മെബീഷിൻ്റെ മോനും. അപ്പോൾ ഇവർക്ക് ഇത്രയും നേരം ചെല്ലാനം മീഡിയയുടെ കൂടെ സഹകരിച്ച മെബീഷിനും ഫാമിലിക്കും ഒരുപാട് നന്ദി. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ, അറിയപ്പെടുന്നൊരു കലാകാരനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.